നിങ്ങൾക്കൊന്നും പേപ്പറും വേണ്ട കാര്യങ്ങളും വേണ്ട എന്നുള്ളൊരു സംശയം നമുക്കല്ല. കാരണം നിങ്ങളൊരു KSRTCയുടെയോ ഒരു മോട്ടോർ വെഹിക്കിളിൻ്റെയോ പബ്ലിക്, അതായത് ഗവൺമെൻറ് വാഹനങ്ങളുടെ ഏതിലും, അതായത് MP മാർ MLA മന്ത്രിമാരുടെയൊക്കെ വണ്ടിക്ക് ഓൾമോസ്റ്റ് ഉണ്ടാവും കേട്ടോ. മറ്റുള്ള നമ്മുടെ പോലീസ് അങ്ങനെയുള്ള KSRTC അങ്ങനെയുള്ള വണ്ടികളിൽ നോക്കിയാൽ അതിൽ ഇൻഷുറൻസ് ഉണ്ടാവില്ല. ഒന്നല്ലെങ്കിൽ ടാക്സും ഇൻഷുറൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊല്യൂഷനോ അതൊന്നും ഉണ്ടാവില്ല. ഇതൊന്നും വേണ്ടേ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കും പോലെ എൻ്റെയും ഒരു സംശയമായിരുന്നു. ഇവർക്ക് ഇതിനെന്താ ഇൻഷുറൻസ് വേണ്ടേ, അല്ലെങ്കിൽ ടാക്സ് വേണ്ടേ, പൊല്യൂഷൻ വേണ്ടേ എന്നുള്ളൊരു സംശയം. സ്വാഭാവികമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ കിട്ടിയപ്പോൾ ഞാനും ചിന്തിച്ച ഒരു കാര്യമാണ്, ഇതെന്താ ഇങ്ങനെ നമുക്ക് പബ്ലിക് ഇരട്ട നീതിയോ, അത് ആശാനും ഒറ്റതോ ആവാം എന്നുള്ളൊരു സംഭവം എന്നുള്ളൊരു കാരണം നമ്മൾ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പബ്ലിക്കലി എവിടെ വെച്ച് കിട്ടിയാലും നമുക്ക് ഫൈനും കിട്ടും, അല്ലെ അടിച്ചും കിട്ടും. ഇന്ന് ക്യാമറ ഉള്ള കാരണം അതിലൂടെയും കിട്ടും. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനം ഓൾമോസ്റ്റ് ഒരു വണ്ടി പബ്ലിക്, അതായത് ഗവൺമെൻറ് വണ്ടിയിൽ നമ്മൾ ഇൻഷുറൻസ് അടക്കുന്നത് ഏതിനാ? ഇൻഷുറൻസ് നമുക്ക് വേണ്ടിയാണ് അടക്കുന്നത്. അതൊരു ഗവൺമെൻറ് വണ്ടിയാണെങ്കിൽ ഗവൺമെൻറ്റിലേക്കാണ് ആ കാശ് അടക്കുന്നത് നമ്മൾ. ആ ഗവൺമെൻറ്റിനാണ് ഈ ടാക്സും ഇൻഷുറൻസും എന്നുള്ള ഒരു സാധനം. ഇൻഷുറൻസ് സ്കീം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിക്കാൻ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതാണ് ആ ഒരു സ്കീം. ഈ ഗവൺമെൻറ് വണ്ടികൾക്ക് ഇൻഷുറൻസ് ഇല്ലാത്തതിൻ്റെ കാരണം, ഇപ്പോൾ KSRTC ആണെങ്കിലും ഇതാണെങ്കിലും ഇൻഷുറൻസ് ഇല്ലാത്തതിൻ്റെ കാരണം, ഈ ഓപ്പോസിറ്റ് വന്ന് മോദന വണ്ടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ മുട്ടയോ തട്ടയോ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റുള്ള വണ്ടിക്ക് നിർബന്ധമായിട്ടും ഇൻഷുറൻസും ഈ കാര്യങ്ങളും വേണം. കാരണം ഇത് വർഷങ്ങളോളം എടുക്കും ഈ ഒരു കേസ്. ഗവൺമെൻറ്റിൽ എന്ത് വണ്ടികൾക്ക് എന്തെങ്കിലും തകരാറ് പറ്റുമോ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വണ്ടി അവരുടെ ഇത് പബ്ലിക്കിൻ്റെ മേഖത്ത്, അല്ലെങ്കിൽ എന്താ പറയുക വണ്ടികൾക്ക് എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ മുട്ട വെച്ച് തട്ടുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കാശ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് വേണം. ആ വണ്ടിക്ക് ഇൻഷുറൻസ് വേണ്ട. കാരണം നമ്മൾ അടക്കുന്നത് ഗവൺമെൻറ്റിലേക്കാണ്, ഗവൺമെൻറ്റാണ് നമുക്ക് തരുന്നത്. ഗവൺമെൻറ് വണ്ടിക്ക് ഗവൺമെൻറ് തന്നെ അടക്കേണ്ട കാര്യമില്ല. ഇത് എൻ്റെ ഒരു ചിന്താഗതിയിൽ എനിക്ക് തോന്നിയ കാര്യമാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വണ്ടിക്കും പൊല്യൂഷൻ എന്ന് പറയുന്ന അത് നിർബന്ധമായിട്ടും വേണ്ട സാധനം. കാരണം പൊല്യൂഷൻ ഇല്ലാതെ വണ്ടി നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പബ്ലിക്കിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. പൊല്യൂഷൻ എന്ന് പറയുന്നത് പല രീതിക്കും പബ്ലിക്കായിട്ടുള്ളവർക്ക് ദോഷമാണ്. ഇൻഷുറൻസും ടാക്സും എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് വണ്ടിയാണെങ്കിലും പ്രൈവറ്റ് വണ്ടിയാണെങ്കിലും ആരുടെ വണ്ടിയാണെങ്കിലും അത് പൊല്യൂഷൻ വേണം. അത് മറ്റ് ജനങ്ങൾക്ക് ഏകദേശം ബാധിക്കുന്ന ഒരു കാര്യമാണ് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത്. അപ്പോൾ അതില്ലാത്തതിന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ചിന്താഗതിയിൽ എനിക്ക് തോന്നിയത് പൊല്യൂഷൻ എന്നുള്ളൊരു തെറ്റാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ടാക്സും കാര്യങ്ങളും ഇല്ലാത്ത എൻ്റെ ഈ ബുദ്ധിയിൽ എനിക്ക് തോന്നിയത്, നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാശ് അടക്കുന്നത് ഗവൺമെൻറ്റിനാണ്. ഇപ്പോൾ ഗവൺമെൻറ് വണ്ടിയായിട്ട് നമുക്കൊരു തട്ടോ മുട്ടോ കിട്ടിങ്ങനെ വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം എടുക്കും ആ ഒരു കേസും തീർന്ന് നമുക്ക് ഇൻഷുറൻസ് ചെയ്യാം. നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഏകദേശം നമ്മൾ രക്ഷപ്പെട്ടു. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് സാധനം ക്ലെയിം ചെയ്ത് കിട്ടും. എന്നാൽ ഗവൺമെൻറ് വണ്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല. ആ വണ്ടിക്ക് ഇപ്പോൾ തട്ടോ മുട്ടോ നമുക്കറിയാലോ, ഒരു ഗവൺമെൻറ് KSRTC ബസ്സും അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പാടില്ല, അടിച്ച് കലങ്ങി. എന്നാൽ നമ്മുടെ വണ്ടി അങ്ങനെയല്ല, നമ്മൾ ആ പൊന്നു പോലെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന വണ്ടിയാണ്. അതിനെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ അതൊന്നും ഇല്ലാണ്ട് പേപ്പറും കാര്യങ്ങളും ഇല്ലാണ്ട് നമുക്ക് കിട്ടൂല. അതുകൊണ്ടാവാം ഒരു പക്ഷേ പബ്ലിക് വണ്ടിയാണല്ലോ ഈ മോട്ടോർ വെഹിക്കിളും അല്ലെങ്കിൽ KSRTC ഗവൺമെൻറ് വണ്ടികളൊക്കെ പബ്ലിക് വണ്ടികളാണ്. ഗവൺമെൻറ് തന്നെയാണ് അതിന് കാശ് മുടക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടല്ലായിരിക്കും ഈ പറഞ്ഞ പോലെ ടാക്സോ കാര്യങ്ങളോ ഈ എന്താ പറയുക ഇൻഷുറൻസ് ഒന്നും വണ്ടികൾക്ക് ഇല്ലാതിരിക്കുന്നത് എന്നൊരു ബുദ്ധി എനിക്ക് തോന്നി. ഇതായിരിക്കും കാരണമെന്നാൽ എനിക്കറിയില്ല. ഞാൻ ഏകദേശം നോക്കി, നമുക്ക് ഏത് വണ്ടി ഗവൺമെൻറ് ഏത് വണ്ടി വിൽക്കിയ വണ്ടികളും നോക്കി കഴിഞ്ഞാൽ ടാക്സും ഉണ്ടാവില്ല, ഇൻഷുറൻസും ഉണ്ടാവില്ല, അതുപോലെ തന്നെ പൊല്യൂഷനും ഉണ്ടാവില്ല. ഈ പൊല്യൂഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. അറിയാവുന്നത് എനിക്ക് തോന്നി. പൊല്യൂഷൻ എന്ന് പറയുന്നത് പബ്ലിക്കിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് പൊല്യൂഷൻ. ഇൻഷുറൻസ് എന്ന് പറയുന്നത് വ്യക്തിക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആ സ്വന്തം ഉടമയിലുള്ള വ്യക്തിക്ക് ആ വണ്ടി പിന്നെ ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ സാധനം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോട്ടെ. കാരണം ഇൻഷുറൻസും പൊല്യൂഷനും ഗവൺമെൻറ് വണ്ടികൾക്കും നിർബന്ധമാണോ? ഇതിപ്പോൾ ഹൈക്കോടതി നിയമം നിർബന്ധമായിട്ടായിരിക്കും എന്തായാലും ഇതിനൊരു നിർബന്ധമുണ്ട്. എല്ലാ വാഹനങ്ങൾക്കും, അത് പബ്ലിക് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും അത് വേണമെന്നുള്ള നിർബന്ധമുണ്ട്. അപ്പോൾ എടുക്കാത്തതിന് കാരണം ഇത് ഗവൺമെൻറ് വണ്ടി ആയതുകൊണ്ടാണോ അതോ അത് അങ്ങനെ റൂളോ അല്ലെങ്കിൽ അത് കാരണം ഓൾമോസ്റ്റ് ഒരു വണ്ടിക്കും ഉണ്ടാവില്ല.